ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ? അന്നേരം നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇന്നലെ രാത്രി ഞാൻ തേങ്ങയും അരിയും ചോറും എല്ലാം കൂടെ അരച്ച് വെച്ചാണ് കേട്ടോ, ഈസ്റ്റൊക്കെ ഇട്ട് നല്ലവണ്ണം പുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പമാണ് കേട്ടോ, വെള്ളയപ്പമാണ്. അന്നേരം ഇപ്പുറത്തെ അടുപ്പേ നമുക്ക് ചായ ഇടാനായിട്ട് പാലൊക്കെ വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ അപ്പം ചൂടാനായിട്ട് കോരി ഒഴിക്കുവാണ് കേട്ടോ. നമ്മുടെ ഈ ചട്ടി കിട്ടിയ പിന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. നല്ല ഒന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അന്നേരം നല്ല വെള്ളയപ്പമാണ് രാവിലെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓണത്തിൻ്റെ വീഡിയോ ഇടാമോ എന്ന് ചോദിച്ച് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ, വിചാരിച്ചായിരുന്നു. പക്ഷേ നമുക്ക് സൺഡേ ഓണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് 6 മണിക്ക് പള്ളിയിലൊക്കെ പോകേണ്ട വന്നു. പിന്നെ പോയിട്ട് 9 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. പിന്നെ വെപ്രാളം പിടിച്ചാണ് നമ്മൾ ചോറും കറിയെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. അന്നേരം പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം അത് തന്നെ ഇടണ്ടെന്ന് വിചാരിച്ച് എടുത്തു വെച്ച് കേട്ടോ. പിന്നെ അത് ഇട്ടില്ല. അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ തന്നെ ഇവിടെ നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി വെക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചായയൊക്കെ തന്നെ ഞാനൊന്ന് ആറ്റിയെടുക്കുകയാണ്. ചായ അന്നേരം ഇനി കുടിച്ചിട്ടാണ് ബാക്കി അപ്പവും കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തെ കുറച്ച് എടുത്ത് കിഴങ്ങുമായിട്ട് കറി വെച്ചിട്ട് അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്ക് ഈ അപ്പത്തിന് കിഴങ്ങറിയോ സ്റ്റൂവോ ഒക്കെയാണ് നല്ലത്. അന്നേരം ഞാൻ ഈ കിഴങ്ങും സവാളയും കൂടെ മിക്സിക്കകത്തല്ല കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ചിക്കനേ ഇരിപ്പുള്ളൂ, അതുകൂടെ ലാസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കടുക് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കറിയാണ് കേട്ടോ. അന്നേരം നമുക്ക് കുറച്ച് ചിക്കനൊക്കെ തലേദിവസത്തെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് കറി വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പവും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കാപ്പി കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയല്ല, കിഴങ്ങറിയായിരുന്നു കേട്ടോ. എന്നിട്ടും 2-3 കഷ്ണം ചിക്കൻ നമ്മൾ വേവിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിലും പച്ചയ്ക്കുണ്ടെങ്കിലും ഒക്കെ ഇതിനകത്തോട്ട് ഒന്നിട്ട് കൊടുത്താൽ മതി. നല്ലൊരു അപ്പത്തിനുള്ള കറിയാകും കേട്ടോ. അങ്ങനെ അപ്പമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ ഇങ്ങോട്ട് എടുത്തത്. അന്നേരം ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇടയ്ക്ക് കാണിക്കുന്നത് കേട്ടോ. അതിൽ ഒരുപാട് പേരെന്നോട് ചോദിക്കും, ബീന ഇപ്പം വള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ലേ, സാധനങ്ങൾ വാങ്ങുന്നില്ലേ എന്നൊക്കെ. അന്നേരം ഞാൻ സാധനങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ കാണത്തില്ല, അതൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് കരിനന്ദനാണ്, കുറേ കരിനന്ദൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഈ നമ്മുടെ വീഡിയോയെക്കുറിച്ചൊക്കെ ചോദിക്കും കേട്ടോ. പുള്ളിക്ക് അറിയാം നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ. അത് കഴിഞ്ഞാണ് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. നല്ല പണിയാണ് ഈ കരിനന്ദൻ, മുള്ളുള്ള മീനാണ് കേട്ടോ. അന്നേരം നമുക്ക് ഇന്നിത് കുറേ ഒരു മീൻകാരൻ ചേട്ടൻ വാരി തന്നിട്ടുണ്ട്. ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ മേടിക്കണ്ടല്ലോ എന്ന് ഓർത്തത്. കാരണം ഇത് വെട്ടിയെടുക്കാൻ നല്ല പ്രയാസമാണ്. അത് തന്നെയല്ല, മുള്ളാണ് കേട്ടോ. പറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഈ തൊണ്ടയിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കും, അത്രയ്ക്ക് മുള്ളുള്ള മീനാണ് കേട്ടോ. അന്നേരം അവിടെ നിന്ന് ഞാൻ വെട്ടി. അത് കഴിഞ്ഞപ്പോൾ അപ്പൂസ് ഉണ്ടല്ലോ, അന്നേരം അപ്പൂസിൻ്റെ അനിയനാണ് ഇരിക്കുന്നത് കേട്ടോ. അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് തരുവാണ് എനിക്ക്. ഓരോന്നൊക്കെ അവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് അമ്മേ ഞാൻ വീഡിയോ എടുക്കാം. അന്നേരം നല്ല മൂഡാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് കുറേ നേരമൊക്കെ നിന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുവാണ്. അന്നേരം ഞാൻ ഈ കത്രികയ്ക്കാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് നേരമൊക്കെ നിന്ന് ഞാനിങ്ങനെ വെട്ടി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്ന് വെട്ടി കേട്ടോ.
അന്നേരം ഈ മീൻ വെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ജോലിയാണ് നമുക്ക്. പക്ഷെ ഞാൻ അങ്ങ് വാങ്ങും കേട്ടോ. വാങ്ങി കഴിയുമ്പോഴാണ് ഓർക്കുന്നത് അയ്യോ ഇത് വാങ്ങണ്ടായിരുന്നെന്ന്. അങ്ങനെ നമ്മുടെ ഇത് കണ്ടോ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ കളർ ചേഞ്ച് വന്നിരിക്കുന്ന കണ്ടോ. അത് അപ്പോസ് എന്തോ കാണിച്ചാണ് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അന്നേരം അതാണ് ഈ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സിൻ്റെ കളറൊക്കെ മാറി. അന്നേരം അവൻ എന്തോ ചെയ്തതാണ് കേട്ടോ. അന്നേരം കൂട്ടുകാരാരും വിചാരിക്കേണ്ട ഇത് വേറെ ചുരിദാർ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം തന്നെ മാറിയോന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ അവനോട് ഇങ്ങനെ ചോദിക്കുക നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ നമ്മുടെ മീൻ വെട്ടലും മക്കളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ കേട്ടോ. അതിന് സന്ധ്യയായിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മീനെല്ലാം വെച്ചിട്ട് ഞാൻ സന്ധ്യയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുന്നത് കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലത്തെ ചിക്കൻ്റെ കറിയും ശകലം മോരും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇനി വെട്ടിക്കഴിഞ്ഞപ്പം തന്നെ ഞാനൊരു പരുവായി. പിന്നെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ സന്ധ്യയ്ക്ക് പറ്റിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം അപ്പോസ് ഈ കല്ലിൻ്റെ മണ്ടയ്ക്ക് കയറി വീഡിയോ എടുക്കുന്നു, താഴെ നിന്ന് വീഡിയോ എടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് കട്ട് ചെയ്യുന്നില്ല, ഇതൊക്കെ അങ്ങ് ഇട്ടേക്കാമെന്ന്. നമ്മുടെ മീനെല്ലാം ഞാൻ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സന്ധ്യയ്ക്കാണ് മീൻ പറ്റിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനെല്ലാം വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി. കുറച്ച് ജോലികളൊക്കെ എനിക്ക് അത്യാവശ്യം വേറെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാനൊരു വൈകുന്നേരം ആയപ്പോഴാണ് മീൻ പറ്റിക്കാനായിട്ട് എടുത്ത്. ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ഈ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പറ്റിച്ചാലും മക്കൾ കൂട്ടത്തില്ല. പിന്നെ വറുത്താൽ കൂട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. മുള്ളാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ മീന് മുള്ളാണെന്ന് ഓർത്തില്ലായിരുന്നു കേട്ടോ. ഭയങ്കര മുള്ളാണ് ഈ കരിനന്ദൻ. അന്നേരം വാരി തന്നപ്പം ഞാൻ ചൂടയാണെന്ന് വിചാരിച്ചാണ് ആദ്യം സത്യം പറഞ്ഞാൽ വാങ്ങിച്ചത് കേട്ടോ. അന്നേരം നമ്മളിനി അത് പറ്റിക്കുകയും ചെയ്യുന്നുണ്ട്, വറക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരമാണ് ഞാനിത് പറ്റിക്കുകയും വറക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നേരം വറക്കാനായിട്ട് ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് വറക്കാനായിട്ട് എടുത്ത് പുരട്ടി വെക്കുകയാണ് കേട്ടോ. കൂടുതലും ഞാൻ വറക്കാനായിട്ടാണ് പുരട്ടി വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചെടുത്ത് പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്ന് ഇത് കഴിച്ചപ്പം തന്നെ. ഭയങ്കര മുള്ളാണ് കേട്ടോ. ഒരു വിധത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്കിത് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ വറുത്താൽ നല്ലതാണ് കേട്ടോ. അത് കടിച്ച് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കരിനന്ദൻ എല്ലാം വെട്ടിയെടുത്ത് വറക്കാനായിട്ടും പറ്റിക്കാനായിട്ടും ഒക്കെ വെക്കുകയാണ് കേട്ടോ. അന്നേരം കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെന്നും ഒക്കെ അറിയിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ പറ്റിക്കാൻ വേണ്ടി ഒരു സന്ധ്യയ്ക്കാണ് പറ്റിക്കാനായിട്ട് എടുത്തത് കേട്ടോ. അന്നേരം അതിന് വേണ്ടതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ഒന്ന് ചതച്ച് ഒതുക്കി എടുത്തിട്ട് പറ്റിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പറ്റിച്ചത് നല്ലതായിരുന്നു, പക്ഷേ ഈ മീനിൻ്റെ മുള്ളുകൊണ്ട് ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു കഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മീനും പറ്റിച്ചു. എന്നാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അന്നേരം ഇത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. കുറേ ദിവസമായി നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് വീഡിയോ ഇടാൻ ടൈം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അന്നേരം ഒരുപാട് പേര് എനിക്ക് ഹാപ്പി ഓണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കൂടി. അങ്ങനെ നമ്മുടെ പറ്റിക്കാനുള്ള അതെല്ലാം മിക്സാക്കി ഞാൻ ചട്ടിക്കകത്തോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ കരിനന്ദൻ എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലായവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലവർക്ക് കരിനന്ദൻ എന്തുവാന്ന് മനസ്സിലായി കാണത്തില്ല. കുഞ്ഞു മീനാണ്, ചൂട പോലത്തെ ഭയങ്കര മുള്ളുള്ള ഒരു മീനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പറ്റിക്കാനുള്ള മീനെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അതൊന്ന് പറ്റി വരട്ടെ കേട്ടോ.
അങ്ങനെ പറ്റിക്കാനുള്ളതെല്ലാം മിക്സ് ചെയ്ത് ചതച്ച് വാരി ചട്ടിക്കകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പറ്റി വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ കരിനന്തം പറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം നേണ്ട് വറുത്ത് കോരുന്നുണ്ട്. അന്നേരം കരിനന്തം വറുത്താൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നേരം നമ്മുടെ മീനൊക്കെ വറുത്തു. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.